അക്ഷരങ്ങളിൽ എന്റെ നാട് 6ാമത് ഊഴം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ 6ാമത് ഊഴമാണിത്. എഴുത്തിനെ ജനകീയമാക്കിയ വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് ഈ ഊഴത്തിൽ കൃതികളെ പരിചയപ്പെടുത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്, നിർവഹണ സഹായം സുധീർ പി.കെ. സഞ്ചാര സാഹിത്യത്തിൽ ദേശാന്തരങ്ങൾ താണ്ടിയ യാത്രികനാണ് എസ്.കെ. പൊറ്റക്കാട്. അറിയപ്പെടാത്ത നാടുകളിലെ അജ്ഞാതരായ ആളുകളെ തേടിപ്പോവാൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം കുട്ടിക്കാലത്തെ നേടിയെടുത്ത വായനാശീലമാണ്. ചെറുപ്പത്തിലെ പാരമ്പര്യമായി കൈമാറി കിട്ടിയ വായന എന്ന നന്മയെ മുതിർന്നപ്പോൾ സഞ്ചാരത്തിലേക്ക് മാറ്റി. ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാടിനെ ഏറെ അടുപ്പമുള്ളവർ എസ്.കെ. എന്നാണ് വിളിക്കാറ്. അധ്യാപകൻ, നോവലിസ്റ്റ്, യാത്രാവിവരണ ഗ്രന്ഥകർത്താവ്, ഇന്ത്യൻ പാർലമെന്റ് അംഗം എന്നീ നിലകളിലെല്ലാം തൻ്റേതായ കയ്യൊപ്പ് ചാർത്തിയ ഈ സഞ്ചാരകൻ ഒരു കഥാകൃത്ത് കൂടിയാണ്. കോളേജ് മാഗസിനിൽ എഴുതി തുടങ്ങിയ ഇദ്ദേഹം തുടർന്ന് മലയാളത്തിലെ മികവാർന്ന എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും കഥകൾ എഴുതിയിട്ടുണ്ട്. ആനുകാലിക സംഭവങ്ങളെ മിത്തുകളാക്കി അനുവാചകന്റെ അവബോധ മനസ്സിൽ അവയെ പ്രതിഷ്ഠിക്കുന്ന തരത്തിലുള്ള രചനകളാണ് ഇദ്ദേഹത്തിൻ്റേത്. അതിനാൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിൽ ചിലരെയെങ്കിലും നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നമുക്ക് കണ്ടെടുക്കാൻ കഴിയും. ഓരോ യാത്രയും അടുത്ത യാത്രയ്ക്കുള്ള ഊർജമാക്കി മാറ്റിയ ഈ എഴുത്തുകാരൻ കണ്ടെടുത്ത വൈവിധ്യ കാഴ്ചകളെയും സംസ്കാരത്തെയും വായനക്കാർക്കായി അവരുടെ ഭാഷയിൽ എഴുതിയപ്പോൾ അത് മറ്റു രാജ്യങ്ങളെ അറിയാനുള്ള അവസരമായി മാറി. പാറേമാക്കൽ തോമാ കത്തനാരുടെ റോമാ യാത്രയോടെ ആരംഭിച്ച മലയാള സഞ്ചാര സാഹിത്യം എസ്.കെയുടെ വരവോടെ വിപുലമായി. വ്യക്തിയുടെ യാത്രാ അനുഭവങ്ങളെ വായനക്കാരന് ദേശങ്ങളുടെ കഥയായി പറഞ്ഞു വയ്ക്കാൻ പാകത്തിൽ ഓരോ യാത്രാ അനുഭവങ്ങളെയും കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും പരിച്ഛേദമായി അവതരിപ്പിക്കാനുള്ള വൈഭവം ഇദ്ദേഹത്തെ മലയാളികളുടെ പ്രിയ എഴുത്തുകാരനാക്കി. കാലാതീതമായി, ദേശാതീതമായി, ഭാഷാതീതമായി ഇദ്ദേഹത്തിൻ്റെ രചനകൾ എക്കാലവും മികവുറ്റവയായി നിലനിൽക്കുകയാണ്. അതിരാണിപ്പാടം എന്ന സങ്കല്പ ഗ്രാമത്തിൻ്റെ കഥയിലൂടെ ഒരു ദേശത്തിൻ്റെ കഥ പറയുന്ന പൊറ്റക്കാടിൻ്റെ ആത്മകഥാംശമുള്ള കൃതിയിലൂടെ നമ്മെ നയിക്കുന്നത് ഒരു 10ാം തരക്കാരനാണ്. കല്ലോടി സെൻറ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ SLC-കാരൻ പുതുശ്ശേരി ജനതാ ഗ്രന്ഥാലയത്തിലെ മികവുറ്റ ഒരു വായനക്കാരനാണ്. ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുന്ന ഈ മിടുക്കൻ നന്നായി വായിക്കുകയും വായിച്ചവയെ മറ്റുള്ളവർക്കായി കുറിച്ചു വയ്ക്കുകയും ചെയ്യാറുണ്ട്. സച്ചിൻ ദേവ് ഡി പ്രസാദ് എന്ന ഈ പുതുശ്ശേരിക്കാരൻ തൻ്റെ ഒഴിവു സമയങ്ങളെ ധന്യമാക്കുന്ന വിനോദമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വായനയെയാണ്. സച്ചിയുടെ ഈ വായനാ അനുഭവത്തിലൂടെ നമുക്ക് ഒരു യാത്ര പോവാം. അതിരാണിപ്പാടത്തിലൂടെ ഒരു ദേശത്തിൻ്റെ കഥ തേടി. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സഞ്ചാര സാഹിത്യ ലോകത്ത് അനർഘമായ സംഭാവനകൾ സമ്മാനിച്ച സാഹിത്യകാരനാണ് എസ്.കെ. പൊറ്റക്കാട്. മലയാള മണ്ണിൽ പാദമുറപ്പിച്ചുകൊണ്ട് താൻ നടത്തിയ പര്യടന വേളകളിലെ സംസ്കാരങ്ങളെയും ആചാരങ്ങളെയും പുത്തനറിവുകളെയും മാനവിക മൂല്യങ്ങളെയും അറിവിന്റെ രത്നങ്ങളായി നമുക്ക് പകർന്നു നൽകിയ എസ്.കെ. പൊറ്റക്കാട് മലയാള സാഹിത്യത്തിലെ തിളങ്ങുന്ന നക്ഷത്രമാണെന്ന് പറയാതെ വയ്യ. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും ജ്ഞാനപീഠ പുരസ്കാരവും നേടിക്കൊടുത്ത കൃതിയായ ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നോവൽ തുടങ്ങുന്നത് താൻ ജനിച്ചു വളർന്ന നാടായ അതിരാണിപ്പാടത്തേക്ക് 35 വർഷങ്ങൾക്ക് ശേഷം തിരികെ എത്തുന്ന ശ്രീധരൻ കാണുന്ന കാഴ്ചകൾ വിവരിച്ചുകൊണ്ടാണ്. ശ്രീധരൻ റോഡരികിലെ ആ മൂലയിലേക്ക് മിഴിച്ചു നോക്കി. അവിടെ അമ്മുക്കുട്ടിയുടെ ഓലപ്പുര നിന്നിരുന്ന മൂലയാണ്. തന്റെ യൗവനാരംഭത്തിലെ കടിഞ്ഞൂൽ പ്രണയഭാജനമായിരുന്ന അമ്മുക്കുട്ടി ഇന്നവിടെ വെള്ളച്ചായം പൂശിയ ഒരു കൂട്ടൻ പെട്രോൾ ടാങ്ക് ആകാശത്തിൽ പൊങ്ങി നിൽക്കുന്നു. 35 കൊല്ലങ്ങൾ കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങളുടെ ഒരു മഹായുദ്ധം തന്നെ അവിടെ നടന്നിട്ടുണ്ട്. ഓർമ്മകളുടെ തിരമാലകൾ ശ്രീധരന്റെ മനസ്സിനെ ആ പഴയ കാലത്തിലേക്ക് എത്തിച്ചു. ശ്രീധരനെ പ്രണയകാവ്യങ്ങൾ എഴുതാൻ പ്രേരിപ്പിച്ച പെൺകുട്ടിയായിരുന്നു അമ്മുക്കുട്ടി. അമ്മുക്കുട്ടിയുടെ ആങ്ങള ശ്രീധരനെ ഒരു പുസ്തകം ഏൽപ്പിക്കുമ്പോൾ ശ്രീധരൻ അവന്റെ അമ്മുക്കുട്ടിയേട്ടത്തി ഏത് ക്ലാസ്സിലാണെന്ന് ചോദിക്കുന്നു. അതിന്റെ മറുപടിയായി അവൻ കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് പറഞ്ഞു, അമ്മുക്കുട്ടിയേട്ടത്തി മരിച്ചുപോയി എന്ന്. മരിച്ചു? ശ്രീധരന്റെ മനസ്സിലൊരിടുത്തി വീണു. അന്ന് രാത്രി മുഴുവൻ അമ്മുക്കുട്ടിയുടെ ആ കവിതകൾ ശ്രീധരൻ വായിച്ചു.
പ്രാണൻ പിടിക്കുന്ന ആ പ്രണയഗീതങ്ങൾ ശ്രീധരനെ അമ്മുക്കുട്ടിയെ പരിചയപ്പെട്ട ആദ്യമായി കണ്ടുമുട്ടിയ ആ സായംകാലത്തിന്റെ ഓർമ്മകളിലേക്ക് എത്തിക്കുന്നു. അമ്മുക്കുട്ടി മാത്രമല്ല, തന്റെ കൗമാരത്തിലും പ്രാരംഭ യൗവനത്തിനും പല കാലത്തിൽ വിരുന്നൂട്ടിയ എത്രയോ വ്യക്തികൾ ഇവിടെ മൺമറഞ്ഞു പോയിട്ടുണ്ട്. പിറന്നു വളർന്ന ദേശത്തോടും ഇവിടെ ജീവിത നാടകമാടി മരണത്തിന്റെ അണിയറയിലേക്ക് പിൻവാങ്ങിയ മനുഷ്യജീവിതങ്ങൾ എല്ലാം ശ്രീധരൻ അനുസ്മരിച്ചു. ആ ജീവിതങ്ങൾ ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിന്റെ പിറവിയിലേക്ക് കാരണമായി. ശ്രീധരന്റെ അച്ഛനായ കൃഷ്ണൻ മാസ്റ്ററുടെ ജീവിതത്തെ പറ്റിയാണ് നോവലിൽ പിന്നീട് പരാമർശിക്കുന്നത്. ശ്രീധരന്റെ അച്ഛൻ കുഞ്ഞപ്പു കൃഷ്ണൻ മാസ്റ്റർ ജീവിച്ച പഴയ പട്ടണത്തിലെ 4 തറവാടികളിലൊന്നായ ചേനക്കൊത്ത് തറവാടിലെ തലമൂത്ത കാരണവരായിരുന്നു. അമിതമായ മദ്യപാനം അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തെ താളം തെറ്റിച്ചിരുന്നു. അങ്ങനെയിരിക്കെ തറവാട്ടിൽ കുടുംബകലഹങ്ങൾ പൊങ്ങിത്തുടങ്ങി. വലിയച്ഛന്റെ മക്കളും ഇളയച്ഛന്റെ മകനും ഒറ്റക്കെട്ടായി നിന്ന് കുഞ്ഞപ്പുവിനെ വിഷം കൊടുത്തു കൊല്ലുവാൻ പോവുകയാണെന്നൊരു അശരീരി ആ തറവാട്ടിൽ ഉടലെടുത്തു. ഒരു ദിവസം രാത്രി കുഞ്ഞപ്പുവിനെ റാക്കു കുടിപ്പിച്ച് ആരോ കിണറ്റിലിട്ട് കൊന്നു. അച്ഛന്റെ കൊലപാതകവും കുടുംബത്തിലെ പീഡനങ്ങളും സഹിച്ചു വളർന്ന കൃഷ്ണ മാസ്റ്റർ അദ്ദേഹത്തിന്റെ കല്യാണശേഷം വിധവയായ തന്റെ അമ്മയെയും മക്കളെയും ഭാര്യയും കൂട്ടി വേർപുരയിടത്തിലേക്ക് മാറാൻ തീരുമാനിച്ചു. പട്ടണത്തിൽ ഒരു മൂലയിൽ സ്ഥിതി ചെയ്യുന്ന അതിരാണിപ്പാടം എന്ന കുടിപ്പാർപ്പ് കേന്ദ്രത്തിന്റെ മൂലയിലുള്ള ഒരു പറമ്പും വീടും വാങ്ങിച്ച് താമസിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ മാസ്റ്ററുടെ ഭാര്യ 4മതൊരു സന്താനത്തിന് ജീവൻ കൊടുത്തു. 6 മാസം തികയുന്നതിനു മുമ്പേ അദ്ദേഹത്തിന്റെ സന്തോഷം കാർന്നു തിന്നുകൊണ്ട് ദുഃഖഭരിതമായ ഒരു സങ്കട വാർത്ത കേൾക്കേണ്ടി വന്നു. തന്റെ ഓമനപുത്രി മരണമടഞ്ഞു. ആ സങ്കടമണയും മുമ്പേ 6 മാസശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ വിഷജ്വരത്തിന് കീഴടങ്ങി മരണമടഞ്ഞു. 2 വർഷശേഷം അദ്ദേഹത്തിന്റെ അസുഖബാധിതയായ വൃദ്ധയായ അമ്മയും അസുഖം ബാധിച്ച മകനെ നോക്കാനും കൂടെ ജീവിക്കാൻ ആളില്ലെന്ന സങ്കടം തീർക്കാനും അദ്ദേഹം 2മതൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. വളരെ സ്വൽസ്വഭാവിയായ സ്ത്രീയായിരുന്നു അദ്ദേഹത്തിന്റെ 2ാം പത്നിയായ കുട്ടിമാളു. കുട്ടിമാളുവിൽ നിന്നുണ്ടായ സന്താനമാണ് നോവലിലെ കേന്ദ്ര കഥാപാത്രമായ ശ്രീധരൻ. നോവലിലുടനീളം പരാമർശിക്കുന്നത് ശ്രീധരന്റെ ജീവിതമാണ്. ശ്രീധരന്റെ ബാല്യം ഉത്സവത്തിലെ യന്ത്ര ഊഞ്ഞാലിനോട് നമുക്ക് ഉപമിക്കാം. സന്തോഷം, സങ്കടം, നിഷ്കളങ്കത, അറിവില്ലായ്മ, പേടി, ഇങ്ങനെ പലതരത്തിലുള്ള വികാരങ്ങളിലൂടെയും നോവൽ നമ്മെ കൊണ്ടുപോകുന്നു. ശ്രീധരന്റെ കുടുംബത്തിൽ അവന്റെ അച്ഛനായ കൃഷ്ണൻ മാസ്റ്റർ, അവന്റെ അമ്മയായ കുട്ടിമാളു, അച്ഛന്റെ അമ്മയായ അമ്മാളു അമ്മ, മൂത്ത ജ്യേഷ്ഠൻ കുഞ്ഞപ്പു, 2മത്തെ ജ്യേഷ്ഠൻ ഗോപാലൻ, 3മത്തെ ജ്യേഷ്ഠൻ രാഘവൻ എന്നിവരാണുള്ളത്. നോവലിൽ ശ്രീധരന്റെ മൂത്ത ജ്യേഷ്ഠനായ കുഞ്ഞപ്പുവിനുള്ള പ്രാധാന്യം ചെറുതൊന്നുമല്ല. ആദ്യ സന്താനമായതിനാൽ കുഞ്ഞപ്പുവിനെ അവന്റെ അച്ഛനും അമ്മയും അതിലാളനയോടെ വളർത്തി വഷളാക്കി. മൂപ്പരുടെ പ്രധാന വിനോദം ഞണ്ടുപിടുത്തമാണ്. അങ്ങനെയിരിക്കെ വർഷങ്ങൾ കഴിഞ്ഞു. 1ാം ലോക മഹായുദ്ധം തുടങ്ങി. കുഞ്ഞപ്പു പട്ടാളത്തിൽ ചേർന്നു. പല യുദ്ധരംഗങ്ങളും കണ്ട് കടലും കടന്ന് അറേബ്യയിലെ മെസപ്പൊട്ടോമിയയിലെത്തി. കുഞ്ഞപ്പു യുദ്ധവും കഴിഞ്ഞ് മിലിറ്ററിയിൽ നിന്ന് പിരിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുന്ന വരവാണ് അമ്മ ശ്രീധരന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. കുഞ്ഞപ്പു ഒരു ചെറിയ ടിൻപെട്ടി എടുത്തിട്ട് ശ്രീധരനെ അടുത്തേക്ക് വിളിച്ചു. അമ്മ ശ്രീധരനോട് വലിയേട്ടൻ്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു. ശ്രീധരൻ കുഞ്ഞപ്പുവിന്റെ അടുത്ത് ചെന്ന് ആ മിഠായി പൊതി വാങ്ങി. സ്നേഹത്തോടെ കുഞ്ഞപ്പു അവനെ ലാളിച്ചു. എക്സ് മിലിറ്ററിക്കാരനായ കുഞ്ഞപ്പു നോവലിലെ രസികനായ ഒരു കഥാപാത്രമാണ്. ശ്രീധരന്റെ മുത്തശ്ശന്റെ ഗ്രാമമായിരുന്നു ഇലഞ്ഞിപ്പൊയിൽ. അവിടെ അവനുണ്ടായിരുന്നൊരു കൂട്ടുകാരനായിരുന്നു അപ്പു. ഇലഞ്ഞിപ്പൊയിലായിരുന്നു ശ്രീധരന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. അപ്പു ശ്രീധരനെ കാട്ടിലുള്ള കാഴ്ചകളെല്ലാം കാണിച്ചു കൊടുക്കും. അവന് ഭക്ഷ്യയോജ്യമായ കായകൾ പറിച്ചു കൊടുക്കുകയും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യും. അപ്പുവിനെ ശ്രീധരന് വലിയ വിശ്വാസമായിരുന്നു. ശ്രീധരനെ അപ്പുവിനും വിശ്വാസമായിരുന്നു. അപ്പു ഒരു ദരിദ്രനായിരുന്നു. അവന്റെ അച്ഛൻ ഒരു കാളവണ്ടിക്കാരനായിരുന്നു. അയാൾക്ക് വേറെ ഭാര്യ ഉണ്ടായിരുന്നതിനാൽ അപ്പുവിന്റെ അമ്മയ്ക്ക് പണമൊന്നും നൽകില്ല. അപ്പുവിന്റെ അമ്മ ഒരു പാവം സ്ത്രീയായിരുന്നു. അനിയത്തിയായ നാരായണയുടെ കാലുകൾ തളർന്നു പോയതായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ദാരുണ സ്ഥിതിയായിരുന്നു അപ്പുവിന്റെ ജീവിതം. ഇത്തരത്തിൽ കഷ്ടപ്പാടും ഹാസ്യവും വ്യത്യസ്തവുമായ കഥാപാത്രങ്ങൾ നിറഞ്ഞ നോവലാണ് ഒരു ദേശത്തിന്റെ കഥ. അതിരാണിപ്പാടത്തിലെ കുഞ്ഞിക്കേളു മേലാൻ, കോരൻ ബട്ട്ലർ, കുളൂസ് പറങ്ങോടൻ, പെരിങ്ങാലൻ അയ്യപ്പൻ, ആധാരം ആണ്ടി, മീശക്കണാരൻ, തടിച്ചിക്കുങ്കിയമ്മ, ഞണ്ടുഗോവിന്ദൻ, വെള്ളക്കൂറ കുഞ്ഞിരാമൻ, കുടക്കാൽ ബാലൻ, ഇങ്ങനെയുള്ള കുറച്ച് കഥാപാത്രങ്ങളുടെ കഥ ഈ നോവലിൽ വശ്യസുന്ദരമായി ഇതൾ വിരിഞ്ഞു നിൽക്കുന്നു. എഴുത്തുകാരനെക്കുറിച്ച് എസ്.കെ. പൊറ്റക്കാട്ട് 1913 മാർച്ച് 14 കോഴിക്കോട് ജനിച്ചു. യാത്രാവിവരണ ഗ്രന്ഥകാരൻ, നോവലിസ്റ്റ്, കഥാകൃത്ത്. 1949 കപ്പൽ മാർഗം ആദ്യ വിദേശയാത്ര നടത്തി. യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക, ദക്ഷിണേഷ്യ, പൂർവേഷ്യ എന്നിവിടങ്ങളിലെ മിക്ക രാജ്യങ്ങളും പലതവണ സന്ദർശിക്കുകയും ഓരോ സ്ഥലങ്ങളിലെയും സാമാന്യ ജനങ്ങളുമായി ഇടപഴകുകയും ചെയ്തു. ഒരു തെരുവിന്റെ കഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഒരു ദേശത്തിന്റെ കഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. 1982 ഓഗസ്റ്റ് 6 അന്തരിച്ചു. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ അടുത്ത അധ്യായത്തിൽ ജൂലൈ 10 മലയാള സാഹിത്യ തറവാട്ടിലെ അതുല്യ പ്രതിഭ M.T. വാസുദേവൻ നായരുടെ ക്ലാസിക് കൃതിയായ കാലത്തെ പഴശ്ശിരാജ സ്മാരക ഗ്രന്ഥാലയം പ്രവർത്തകനും ദ്വാരക സഗഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയുമായ ദേവദത്തൻ ജിതേഷ് അവതരിപ്പിക്കുന്നു.
അക്ഷരങ്ങളിൽ എന്റെ നാട് 6ാമത് ഊഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ 6ാമത് ഊഴമാണിത്. എഴുത്തിനെ ജനകീയമാക്കിയ, വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് ഈ ഊഴത്തിൽ കൃതികളെ പരിചയപ്പെടുത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ പി കെ.